അല്ല, അതല്ലേ ഞാൻ പറയാം. അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് തരും. 15-ാം തീയതി മുതൽ നടപ്പാക്കും. വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തരും, നിങ്ങൾക്ക് തരും. അല്ലല്ല, അതൊന്നും എല്ലാം കൂടി നമ്മളൊരു ആദ്യത്തെ ക്യാബിനറ്റ് തീരുമാനിച്ച അടുത്ത ദിവസമൊക്കെ പോയി വെറുതെ ഇരിക്കേണ്ടി വരില്ലേ, ചുമ്മാ. ഇല്ലില്ല, SIT രൂപീകരിച്ച അത് ആഭ്യന്തര വകുപ്പാണ് അത് ചെയ്യേണ്ടത്. അതൊക്കെ അവർ ചെയ്തോളും ഭംഗിയായിട്ട്. അതിലൊക്കെ ക്യാബിനറ്റ് എടുക്കേണ്ട കാര്യം. വരുടെ അത് ആഭ്യന്തര വകുപ്പ് പരിശോധിക്കാറില്ല. വേറെ വകുപ്പിൽ കയറി ഇടപെടാൻ പാടില്ല. ഇല്ലില്ല, അതൊക്കെ പറയാം. നമ്മളൊന്ന് ഒപ്പിട്ട് ഇങ്ങ് വന്നല്ലേ ഉള്ളു. ഒന്ന് ഒരു അത് സമയത്ത് കിട്ടിയ ഗസറ്റ് വരും സമയമാകുമ്പോൾ. വല്ലതും വൈകിയ റെക്കോർഡ് അല്ലേ? റെക്കോർഡ് സ്പീഡിലാണ് കാര്യങ്ങൾ പോണത്. ഞാൻ പറഞ്ഞല്ലോ, അത് ജൂൺ 15-ാം തീയതി മുതൽ നടപ്പാക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് വിൽ ബി ഇൻഫോംഡ് എന്ന് പറഞ്ഞല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞു ഇത്രയും തീരുമാനമൊന്നും എടുത്തിട്ടില്ല, അത്രേ പറ്റിയുള്ളൂ. വരട്ടെ എന്ന് എന്ത് കാര്യമുണ്ടെങ്കിലും ഞാൻ വേറെ ആരെടുത്തും പറയുന്നതിന് മുമ്പ് നിങ്ങളോട് പറയുള്ളൂ. അതിൻ്റെ വാക്കാണ്, രഹസ്യം. ഫസ്റ്റ് നിങ്ങളുടെ അടുത്ത് പറയുള്ളൂ. ഉറപ്പായിട്ട് പരിശോധിക്കരുത്, ഉറപ്പായി അത് പരിശോധിക്കും. കാരണം ഞാനും അതിനെ വിമർശിച്ചിട്ടുള്ള ആളാണ്. പണ്ട് പറഞ്ഞ വാക്ക് വിഴുങ്ങാൻ പാടില്ല, വാക്കാണ്. ഞാൻ വിമർശിച്ചിട്ടുള്ള പരിശോധിക്കുക ഞങ്ങൾ. അപ്പോൾ നിങ്ങളുടെ ആളിൽ എല്ലാവരും ഉണ്ടോ? ആരെ? ഏത് സ്ഥാനത്ത് നിന്ന്? അതിനെന്തിനാ എല്ലാവരും ജീവിതകാലം മുഴുവൻ കേരളത്തിൽ വരുന്ന എല്ലാ ഗവർണർമാർക്കും ഒരാളെ അഡ്വൈസറായിട്ട് വയ്ക്കാൻ പറ്റുമോ? അതെന്താ കാര്യം? അതെല്ലാം ഗവൺമെൻറ് അറിയിക്കുമെന്ന്.